നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം. ഇന്ന് 2025 ഓഗസ്റ്റ് 11, മലയാള മാസം കർക്കിടകം 26, കൊല്ലവർഷം 1200 ആണ്ട്, നക്ഷത്രം ചതയം. ഇന്നത്തെ നക്ഷത്രഫലങ്ങൾ. അശ്വതി. പുതിയ തുടക്കങ്ങൾക്ക് ലളിതമായ ഗതി, ആത്മവിശ്വാസവും ചിന്താശക്തിയും ഉണ്ടാകും. അമിത ഉത്സാഹം ക്ഷീണം സൃഷ്ടിക്കും. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ദീപമർപ്പിക്കുക. ഭരണി. ധനകാര്യവശത്ത് നന്നായി വളർച്ചയുണ്ടാകും. മനഃശാന്തിയും ബന്ധങ്ങളിൽ ഊർജവും ഉണ്ടാകും. വാക്കിൽ കൃത്യത കുറവായാൽ വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ദുർഗാദേവിക്ക് അർച്ചനയും ചോരിപ്പഴവും സമർപ്പിക്കുക. കാർത്തിക. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ വിജയം കാണും. ആശയവിനിമയത്തിൽ ഊന്നൽ തെളിയുന്നു. അഭിപ്രായ വൈര്യം ബന്ധസമ്മർദ്ദം സൃഷ്ടിക്കും. പരിഹാരത്തിന് വിഷ്ണുനാമജപം നടത്തുക. രോഹിണി. കുടുംബപരമായി സന്തോഷമുണ്ടാകും. സമത്വബോധവും മനഃശാന്തിയും കൈവരിക്കും. ആശയവ്യത്യാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിന് ശ്രീകൃഷ്ണനെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. മകയിരം. തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. ഉത്തരവാദിത്ത ബോധവും ദൃഢബുദ്ധിയും വരും. അമിതവിശ്വാസം തെറ്റിലേക്ക് നയിക്കും. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ധാര അർപ്പിക്കുക. തിരുവാതിര. യാത്രയ്ക്കും കുടുംബസംഗമത്തിനും ഉചിതമായ സമയം. ജാഗ്രത പാലിക്കുക. ഉദ്ദേശശക്തി ഉണ്ടാകും. കടം, വായ്പ എന്നിവ ഒഴിവാക്കുക. ഗണപതി പൂജയും പുഷ്പാർച്ചനയും പരിഹാരത്തിനു വേണ്ടി നടത്തുക. പുണർതം. വിദ്യാഭ്യാസ വിദഗ്ധ മേഖലയിൽ നേട്ടം. മനഃശാന്തിയും ദൃഢനിശ്ചയവും ഉണ്ടാകും. ഉയർന്ന പ്രതീക്ഷകൾ സമ്മർദ്ദം സൃഷ്ടിക്കും. പരിഹാരത്തിന് ഗുരു നമസ്കാരം നടത്തുക. പൂയം. ബന്ധങ്ങളിൽ രീതി പരിഷ്കാരമുണ്ടാവും. വ്യക്തിശേഷി, മനഃശാന്തി എന്നിവ നിലനിർത്തും. ചെറിയ ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കുക. പരിഹാരത്തിന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിപ്പൂവ് സമർപ്പിക്കുക. ആയില്യം. ആരോഗ്യം വേണ്ടവിധം ശ്രദ്ധിക്കേണ്ട ദിവസം. ആത്മസംയമനവും കരുണയും പാലിക്കുക. ധനകാര്യ കാര്യത്തിൽ ദിശാഭ്രമം ഒഴിവാക്കുക. നാഗദേവിക്ക് പാൽ നിവേദനം ചെയ്യുന്നത് പരിഹാരത്തിന് സഹായിക്കും. മകം. ധനകാര്യക്ഷേമവും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ധൈര്യവും മനഃശാന്തിയും കൈവരിക്കും. വിവാദങ്ങളിൽ നിറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ദേവീക്ഷേത്രത്തിൽ ദീപമർപ്പിക്കുന്നത് പരിഹാരമായിരിക്കും. പൂരം. കുടുംബത്തിൽ ഐക്യമുണ്ടാകും. സന്തോഷം നിലനിൽക്കും. സൗമ്യതയും കരുണയും നിലനിർത്തുക. അലസത മനസ്സിലുണ്ടാവും. ദേവിക്ക് പാൽപായസം നിവേദിക്കുന്നത് പരിഹാരം കാണും. ഉത്രം. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും. വ്യക്തിത്വവും ദൃഢബോധവും ഉണ്ടാകും. സമ്മർദ്ദവും തലവേദനയും ഒഴിവാക്കാൻ ശ്രമിക്കുക. പരിഹാരത്തിന് ശിവപഞ്ചാക്ഷരി ജപതീർത്ഥം ജപിക്കുക. അത്തം. ബന്ധങ്ങൾ പുതുമയോടെ മെച്ചപ്പെടും. ധൈര്യവും മനോശക്തിയും വർദ്ധിക്കും. സാമ്പത്തിക സമ്മർദ്ദം ഭാഗികമായി ഉണ്ടായേക്കാം. പരിഹാരത്തിന് വിഷ്ണുനാമജപം നടത്തുക. ചിത്തിര. ചിന്താപരമായ പ്രതികരണം ജീവനമാകാം. വിവേകവും സൃഷ്ടിപ്രവർത്തനവും ഉണ്ടാവും. അഭിമാന പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. പരിഹാരത്തിന് കൃഷ്ണപൂജയും ഭജനകളിൽ പങ്കെടുക്കുകയും ചെയ്യുക. ചോതി. ധനകാര്യ കാര്യങ്ങളിൽ ജാഗ്രത വേണം. വിമർശനശേഷിയും സഹനശീലതയും കൈവരിക്കും. ആശയക്കെട്ടില്ലായ്മയ്ക്ക് സാധ്യതയുണ്ട്. പരിഹാരത്തിന് കുബേരമന്ത്രം ജപിക്കണം. വിശാഖം. സാമൂഹ്യ വ്യവസായ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പ്രബുദ്ധതയും ഉത്സവവും വർദ്ധിക്കും. അമിത ആത്മവിശ്വാസം തിരിച്ചടിക്ക് ഇടയായേക്കാം. പരിഹാരത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുക. അനിഴം. ബന്ധങ്ങളിലും യാത്രകളിലും കൃത്യത ഉണ്ടാവും. മനനിശ്ചയവും വിശകലനശേഷിയും വർദ്ധിക്കും. ചിലവുകളിൽ ജാഗ്രത പാലിക്കുക. ഗായത്രി മന്ത്രം ജപിക്കുക. തൃക്കേട്ട. പ്രതിസന്ധി മറികടക്കുന്ന ദിനം. ആത്മവിശ്വാസവും പ്രതിഭയും വളരും. മാനസിക സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കുക. ശിവക്ഷേത്രത്തിൽ ദീപമർപ്പിക്കുന്നത് പരിഹാരത്തിന് വഴിയൊരുക്കും. മൂലം. കുടുംബബന്ധം ശക്തമായി വളരും. ധൈര്യവും സഹനശീലതയും കൈവരിക്കും. സാമ്പത്തിക തടസ്സം പ്രതീക്ഷിക്കാം. ശ്രീകൃഷ്ണ നാമസ്മരണം പരിഹാരം കണ്ടെത്തും. പോരാടം. ആത്മാർത്ഥമായ സൗഹൃദമുണ്ടാകും.
സഹനശീലത, ആത്മാർത്ഥത എന്നിവ നിലനിർത്തുക. തെറ്റിദ്ധാരണകൾ വരാതെയിരിക്കണം. കാളിക്ഷേത്രം സന്ദർശിക്കുന്നത് പരിഹാരത്തിന് വഴിയൊരുക്കും. ഉത്രാടം, തൊഴിൽ മേഖലയിൽ അവസരങ്ങളുണ്ടാകും. ധൈര്യവും ശാന്തതയും കൈവെടിയാതിരിക്കുക. ആരോഗ്യം ശ്രദ്ധയിൽ വയ്ക്കുക. പരിഹാരത്തിന് ഗുരുപൂജ നടത്തുക. തിരുവോണം, ബന്ധങ്ങൾ പുതുക്കാനും നവോത്ഥാനത്തിൻ്റെയും തുടക്കവുമാകും. ആത്മബലവും മനോലബ്ധിയും വർദ്ധിക്കും. വാക്കുകളിൽ ജാഗ്രത പാലിക്കണം. പരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അവിട്ടം, കൂട്ടായ്മയിൽ മാനസിക സമാധാനമുണ്ടാകും. കരുണയും സഹനശീലതയും വളരും. ക്ഷീണം പ്രതിസന്ധിയായി മാറാതിരിക്കണം. ശനിദേവനോട് പ്രാർത്ഥിക്കുന്നത് പരിഹാരത്തിനിടയാക്കും. ചതയം, സാമൂഹ്യ സാങ്കേതിക രംഗങ്ങളിൽ തിരികളുണ്ടാകും. അറിവും നയതന്ത്രശേഷിയും വളരും. നിരീക്ഷണമില്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാൻ ഇടയുണ്ട്. പരിഹാരത്തിന് നവഗ്രഹ സ്മരണം നടത്തുക. പൊരുരുട്ടതി, പഠന രചന മേഖലയിൽ വളർച്ചയുണ്ടാകും. ദർശനശക്തിയും ആത്മാർത്ഥതയും വളരും. കൃത്യതയില്ലായ്മ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഗുരുനമസ്കാരം പരിഹാരം കണ്ടെത്തും. ഉത്രട്ടാതി, സന്തോഷകരമായ ബന്ധങ്ങളും ആത്മവിശ്വാസവും ഉണ്ടാകും. ആത്മീയതയും വിശ്വാസവും നിലനിർത്തുക. അതിരുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. കുലദേവതാ സ്മരണം പരിഹാരം കണ്ടെത്തും. രേവതി, സന്തോഷവും മനഃശാന്തിയും നേടുന്ന ദിനം. മാനസിക സമാധാനമുണ്ടാകും. സ്വഭാവ സൗഹൃദവും ഉണ്ടാകും. ചെറിയ നിരാശകൾ ശ്രദ്ധയോടെ പാലിക്കുക. പരിഹാരത്തിന് നാരായണീയം പാരായണം ചെയ്യുക. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്, ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം. നന്ദി. ശുഭദിനം.